ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, സ്വർഗം പോലത്തെ സ്റ്റേക്കേഷൻ, അതും നമ്മുടെ സ്വന്തം തേക്കടിയിൽ. സാധാരണ യാത്രകൾ പോലെയല്ല, ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ ഈ റിസോർട്ടിലേക്ക് ഫൈനലി എത്തിയത്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലെ ദി ഹെവൻ ഹിൽസ് ആൻഡ് വ്യൂസിലാണ്. വാം വെൽക്കമിങ്ങോടെയാണ് അവർ ഞങ്ങളെ വെൽക്കം ചെയ്തത്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ മുതൽ ഞാൻ ഈ വേറെ ഏതോ ഒരു കൺട്രിയിൽ എത്തിയ ഫീലാണ് എനിക്ക്. ബിക്കോസ് അതുപോലെയാണ് അവരുടെ റൂംസും റിസപ്ഷനും അവരുടെ പ്രോപ്പർട്ടിയിലെ ഓരോ മുക്കും മൂലയും അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു ബാൽക്കണിയിൽ നിന്നും മോർണിംഗ് ഒരു വ്യൂ ഉണ്ട്. വാവ്, എന്ത് ഭംഗിയാണെന്നറിയാമോ? കോടമഞ്ഞ് മൂടിയ ഈ മോർണിംഗ് വ്യൂ മാത്രമല്ല, രാവിലെ തന്നെ അല്ലൂട്ടന് കുറച്ച് വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലൂട്ടനായി ഞങ്ങൾ പോകുന്ന 3ാമത്തെ ട്രിപ്പാണിത്. പക്ഷേ ദിസ് ഇസ് ദ ബെസ്റ്റ്. അവൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു, ഹാപ്പി ആയിരുന്നു. ഓൾ ഓവർ ദ പ്രോപ്പർട്ടി ഒരു പ്രീമിയം യൂറോപ്യൻ ഇന്റീരിയർ ആർക്കിടെക്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഫീൽ ലക്ഷറി. ഇത് അവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ഇതുവരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് ലക്ഷൂറിയസ് ഫീൽ തരുന്ന ഒരു ഫെയറി ടെയിൽ വൈബൊക്കെ തരുന്ന റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഐ എൻജോയ്ഡ് എ ലോട്ട്. ആൻഡ് ഫുഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡായിരുന്നു. ഓരോ മീൽസും എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. വെറൈറ്റീസ് ഓഫ് ഡിഷസ് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഓരോ മീൽസിലും. ആൻഡ് അവിടുത്തെ സ്റ്റാഫ്സിന്റെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. നമ്മൾ കംഫർട്ടബിൾ ആകുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രയോറിറ്റി. ആൻഡ് ഡിന്നർ വൈബ് വേറെ തന്നെയായിരുന്നു. ഗുഡ് ഫുഡ് വിത്ത് ഗുഡ് മ്യൂസിക് ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഈ ഒരു ഇൻഫിനിറ്റി പൂൾ ഏരിയ. അത് നൈറ്റ് വ്യൂ ആണ്, ഇത് മോർണിംഗ് വ്യൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂളാണ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അല്ലൂട്ടനും ഒരുപാട് എൻജോയ് ചെയ്തു. ഹിസ് ഫസ്റ്റ് പൂൾ ഡേ ആയിരുന്നു, അതും ഇൻഫിനിറ്റി പൂളിൽ വിത്ത് ബ്യൂട്ടിഫുൾ വ്യൂ. എവിടെ നോക്കിയാലും ഫോട്ടോസ് എടുക്കാനും എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു ആംബിയൻസ് ആയിരുന്നു ഹിൽസ് ആൻഡ് ഹ്യൂസിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്താണ് ഈ ഒരു റിസോർട്ടിലേക്ക് വന്നത്. സോ വർത്ത് ദ വെയിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഹിൽസ് ആൻഡ് ഹ്യൂസ്. സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഒരു കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. സോ ഹാപ്പി.